ഹലോ, ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നൂലപ്പമാണ് കേട്ടോ. വൈകുന്നേരം ചായക്ക് നോക്കിയപ്പോൾ കുട്ടികൾക്ക് കഴിക്കാൻ ഒന്നുമില്ല, അവർക്ക് വിശക്കണമെന്ന് പറയുന്നു. അപ്പോൾ പിന്നെ എനിക്ക് തോന്നിയെന്ന പെട്ടെന്ന് നൂലപ്പം ഉണ്ടാക്കി കൊടുക്കാമെന്ന്. നേരത്തെ തന്നെ ഇഡ്ഡലി പാത്രമൊക്കെ അടുപ്പ് വെച്ചിരുന്നെങ്കിൽ ആ വെള്ളം തിളച്ച് കിട്ടിയേനെ ഇത് റെഡിയാക്കുമ്പോഴേക്ക്. ഇതിൽ ഞാൻ കുഴക്കണമെന്ന് ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ഇത്രയും ഇപ്പോഴാണ് എനിക്ക് തോന്നിയേ. അന്ന് നമ്മൾ വീഡിയോ എടുത്തേക്കാണ്. നല്ല തിളച്ച വെള്ളത്തിൽ നന്നായി കുഴച്ച് വെച്ചിരിക്കുന്ന മാവാണ്ടത്. നമുക്കിത് ഇഡ്ഡലി പാത്രത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. നൂലപ്പം ഞാൻ വേകാൻ വേണ്ടി മൂടി വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു ചക്കപ്പഴത്തിൻ്റെ കഷ്ണം കിട്ടി. അപ്പോൾ അത് അടർത്തി എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം തന്നെ അതങ്ങോട്ട് ചെയ്യാൻ പോവാണ്. ഇത് അടർത്തിയിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കേട്ടോ. ഇപ്പോൾ അവർ നൂലപ്പം കഴിക്കണ്ടല്ലോ. അപ്പം ഇനി കുറച്ച് കഴിയുമ്പോൾ പിള്ളേരല്ലേ, കുറച്ച് കഴിയുമ്പോൾ ഇനി എന്തെങ്കിലും താന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടെ വരികയാണെങ്കിൽ, ഇപ്പോൾ ആണെങ്കിൽ നമുക്ക് ഗസ്റ്റ് കുട്ടികളും ഉണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടെ കുറച്ചുകൂടെ കഴിയുമ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഈ കത്തിയുടെ ഈ അരക്കൊക്കെ ഞാൻ എപ്പോഴും കളയുക ഇങ്ങനെയാണ്. കാരണം മറ്റേത് മാർഗത്തെക്കാട്ടിലും വളരെ ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഇതാണ്. അങ്ങനെ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിരിക്കുന്ന നൂലപ്പം വെന്ത് കിട്ടി. ഇതിൽ 2 പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാൻ ആവശ്യമായിട്ടുള്ളത് ഉണ്ടാവും കേട്ടോ. അങ്ങനെ നൂലപ്പൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ എടുക്കണം. തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ ഞാൻ നാളികേരത്തിൻ്റെ കൂട്ടത്തിൽ അടിക്കാനായിട്ട് ഇത്തിരി ജീരകവും കൂടെ ഇടുന്നുണ്ട്. അതിൻ്റെ ടേസ്റ്റും കൂടെ ആകുമ്പോൾ ഒരു നല്ല രസമായിരിക്കുള്ളൂ. അരിച്ചെടുത്തതിന് ശേഷം ആ പാലിലേക്ക് പഞ്ചസാര ഇട്ട് ഇളക്കിയാൽ നൂലപ്പത്തിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ നൂലപ്പം കഴിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇത് കാണുമ്പോൾ ഒന്നുണ്ടാക്കി കഴിച്ച് നോക്കിക്കൊള്ളൂ കേട്ടോ. നല്ല രസമാണ്. എല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കുന്നത് തന്നെയാണ്, എന്നാലും ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്രയും വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. പാത്രമൊക്കെ കഴുകി വെച്ച് വേഗം കുട്ടികൾക്ക് കഴിക്കാൻ കൊടുത്ത് ആർക്കും എടുത്തു കൊടുക്കാനൊന്നും വേണ്ട. എല്ലാവരും തട്ടിപ്പറിച്ചത് സ്വന്തം ഇഷ്ടത്തിന് ആവശ്യത്തിന് എടുത്ത് കഴിക്കുകയാണ് കേട്ടോ. അപ്പം ഇനി ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഉടൻ തന്നെ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അതുവരെ ബായ് ബായ്. എല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് സഹായിക്കണം കേട്ടോ. ഓക്കെ, ബായ്.